Hi videos, welcome back to our channel. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു മീഷോ ഷോർട്ട് ഡ്രസ് ഹോൾ വീഡിയോ ആണ്. നമുക്ക് ജീൻസിൻ്റെ ജഗ്ഗിങ്സിൻ്റെ ഒക്കെ കൂടെ ലോങ് ടോപ്പ് ആയിട്ടും അതേപോലെ ഷോർട്ട് ഡ്രസ്സസ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷോർട്ട് ഡ്രസ്സസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് മുതൽ നമ്മൾ ഈദ് ഹോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാക്സിമം ഞാൻ എൻ്റെ പരമാവധി ട്രൈ ചെയ്യാം. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ എന്തായാലും തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. കൂടുതലും മീഷോ ഹോൾസ് വേണമെന്നാണ് എല്ലാവരും തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മീഷോ ഹോൾ തന്നെ കൂടുതലും ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതേപോലെ മിന്ത്ര, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ തന്നെ ഹോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊക്കെ പറഞ്ഞ് ലേറ്റ് ആക്കട്ടെ, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ യോക്ക് പോർഷൻ മാത്രം, ഫുൾ സ്ലീവും യോക്ക് പോർഷനും ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ്. ഇതിൻ്റെ താഴേക്ക് ഇതുപോലെ 2 തട്ടായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മിഡിലായിട്ട് ചെറിയ കോളംസ്, ഇതിൻ്റെ താഴേക്കായിട്ട് കുറച്ച് വലിയ വലിയ കോളംസ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ പറഞ്ഞു റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ താഴത്തെ മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണമെന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. മേലത്തത് റയോൺ ആണ്. മേലെ ഈ സെയിം മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഓക്കെയാണ്. ഈ ഒരു പ്രൈസിന് 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു പ്രൈസിന് ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്നുണ്ടെങ്കിൽ നെക്ക് വരുന്നത് ഇതേപോലെ റൗണ്ട് നെക്കാണ്, കുറച്ച് ഹൈ നെക്കാണ്. പിന്നെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇതേപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മേലെ മുതൽ ഇങ്ങനെ തട്ടായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഷേപ്പിലല്ല കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബോഡി ടൈപ്സിനും ഈ ഒരു ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ട് മാച്ച് ആവും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്കോ വൈറ്റോ ഒക്കെ ജീൻസോ ജഗ്ഗിൻസോ ഒക്കെ പെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ജീനും ബ്ലാക്ക് കളർ തന്നെ തട്ടോ ആണ്. നിങ്ങൾക്ക് വൈറ്റോ അല്ലെങ്കിൽ ന്യൂഡ് ഷെയ്ഡ്സോ എങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ കറണ്ട് ഫേവറേറ്റ് വൈറ്റമിൻ സി സെറം ഞാൻ കാണിച്ചു തരാം. ഇത് ഡെർമാക്കൻ്റെ സി സിനമൈഡ് റേഡിയൻറ്റ് സെറമാണ്. ഇതിനകത്ത് 2 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. 10% വൈറ്റമിൻ സി, അത് നമ്മളുടെ സ്കിന്നിന് ബ്രൈറ്റ് ആക്കും. അതുപോലെ 5% നിയാസിനമൈഡ് നമ്മളുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സോ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡള്ളാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് ഇത്രയും നാളും അറിയില്ലാത്തൊരു കാര്യമായിരുന്നു, നമ്മൾ വൈറ്റമിൻ സിൻ്റെ സിറം വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി എയർ ആയിട്ട് കോൺടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓക്സിഡൈസ് ആയി പോകും. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഡെർമാക്കോൻ്റെ വൈറ്റമിൻ സി സിറം ഇതേപോലത്തെ എയർലെസ് പമ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എയർ ആയിട്ട് കോൺടാക്റ്റ് വരികയില്ല. സാധാരണ നമ്മൾ കാണുന്ന വൈറ്റമിൻ സി സിറംസ് എല്ലാം ഡ്രോപ്പറുള്ള ഗ്ലാസ് ബോട്ടിൽസ് ആണല്ലോ വരുന്നത്. സോ അത് എത്രമാത്രം പൊട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ വൈറ്റമിൻ സി സിറം എത്രമാത്രം പൊട്ടൻ്റ് ആണ്, അത് നമുക്ക് ഇഫക്റ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബെറ്റാഡിൻ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 5 ml ഞാൻ ഇത്തിരി വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഡ്രോപ്സ് വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യുമ്പം ഈ ഒരു ബ്രൗൺ കളറ് ക്ലിയർ ആവുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റമിൻ സി ആക്റ്റീവ് ആണ്, നമുക്ക് ഇഫക്റ്റ് ഉണ്ടാവും. അതല്ല ക്ലിയർ ആവില്ല, ഈ ഒരു റെഡ് കളർ തന്നെയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനും കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. സോ നമ്മളുടെ ഈ ഒരു വൈറ്റമിൻ സി സിറം ആക്റ്റീവ് ആണ്. ഇനി വൈറ്റമിൻ സി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇത്തിരി നാൾ എൻ്റെ അടുത്ത് ഏത് സൺസ്ക്രീനാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂട്രിജീനിൻ്റെ അൾട്രാ ഷിയർ മാറ്റ് ഒരു SPF 50++ ഉള്ളൊരു സൺസ്ക്രീനാണ്. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ചു തന്നത്. പക്ഷേ അത് യൂസ് ചെയ്തിട്ട് ഇനി ഞാൻ വേറൊരു സൺസ്ക്രീനും യൂസ് ചെയ്യില്ല എന്നൊരു രീതിയിലായി. കാരണം ന്യൂട്രിജീനിൻ്റെ വന്നിട്ട് ഒരു ഇത്തിരി തിക്ക് ഫോർമുലയാണ്. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. എൻ്റെതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ലൊരു ഡ്യൂയി ഫിനിഷ് ഉണ്ട്. അതുമല്ല എൻ്റെത് ഭയങ്കര എന്താ പറയുക, എന്ത് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് സൺസ്ക്രീൻ എന്ത് സാധനം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരു സ്കിന്നാണ്. പക്ഷേ ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിപ്പോൾ ഞാൻ നല്ല ഉച്ചയ്ക്കാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഫാനൊന്നും ഇടാണ്ട് തന്നെയാണ്. എന്നിട്ടും ഇവിടെ മാത്രം ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ആവലുണ്ട് നെറ്റിയിലൊക്കെ. അതൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറമൊക്കെ അപ്ലൈ ചെയ്ത ആ ഒരു സെയിം എഫക്റ്റാണ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഡെർമാക്കോൻ്റെ സി സിനമൈഡ് റേഡിയൻറ്റ് സൺസ്ക്രീൻ അക്വാ ജെൽ. നേരത്തെ നമ്മൾ കണ്ട സിറത്തിൻ്റെ പോലെ തന്നെ ഇതിനകത്തും 10% വൈറ്റമിൻ സി ആൻഡ് 5% നിയാസിനമൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്കിൻ കെയറും കൂടെ കിട്ടുകയാണ് കേട്ടോ. ഇപ്പം നല്ല ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്ടാണ് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തേക്കുന്നത്. നല്ല ഗ്ലോയി സ്കിന്ന് കിട്ടും. അതുപോലെ ഇതിനകത്ത് SPF 54+ ഉണ്ട്. നമുക്ക് UVB ആൻഡ് UVA റേസിൽ നിന്ന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നിനും എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും നല്ലപോലെ സ്യൂട്ടാകുന്നൊരു സൺസ്ക്രീനാണിത്. കാണുമ്പം ജെൽ ടെക്സ്ചർ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോയും കിട്ടും കേട്ടോ.
ചില സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചർ അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തപാടെ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആവും. വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഡെയിലി സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതേപോലെ ഡെർമാക്കോൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഓഫറും കിട്ടും. അതുപോലെ തന്നെ ഡെർമാക്കോ 10,000+ സ്റ്റുഡൻസിന് ഒരു വർഷം എഡ്യൂക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഡെർമാക്കോ ഒന്ന് പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് ഒരു ഭാഗം അതിലേക്കും പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് വൺ വരുന്നത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഇതിൻ്റെ തന്നെ 2-3 വെറൈറ്റീസ് 2-3 കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 സംതിങ് ആണ്. ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലിക്ര ഓർ ലൈക്ര അങ്ങനെ എന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. ഇത് നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. സ്ട്രെച്ചബിൾ ആണ്. ഞാനിതിൻ്റെ സൈസ് എടുത്തിരിക്കുന്നത് ലാർജ് ആണ്. ഇതെനിക്ക് ഒരു ഇത്തിരി കൂടുതൽ തന്നെ ഓവർ സൈസാണ്. ഇത്തിരി ലൂസ് ഫിറ്റ് ആണ്. നിങ്ങൾ ലൂസ് ഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് സൈസ് എടുത്താൽ മതിയാവും. പിന്നെ ഒരിത്തിരി അതായത് കറക്റ്റ് ഫിറ്റ് വേണമെന്നുള്ളവരുണ്ടാവില്ലേ, അവർ നിങ്ങളെക്കാളും ഒരു സൈസ് കുറവെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതുപോലെ സാധാരണ ടീഷർട്ട്സിൻ്റെ കൂടെ നെക്കാണ്. ഇനി സ്ലീവ് വരുന്നത് നമ്മുടെ എൽബോൻ്റെ അത്രയാണ് ഇതിൻ്റെ എനിക്ക് ലെങ്ത് വരുന്നത്. മീഷോയിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 3/4 ലെങ്ത് 3/4 സ്ലീവ് എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ എനിക്കിത് എൽബോൻ്റെ അത്രേ വരുന്നുള്ളൂ കേട്ടോ. എൻ്റെ ഹൈറ്റ് വരുന്നത് 165 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത് എനിക്ക് വരുന്നത് എൻ്റെ മുട്ടിൻ്റെ കുറച്ചും കൂടി മേലെ വരെയാണ്. പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇട്ട് നടക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്ലീവിന് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉള്ളിൽ ഒരു ഇന്നർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും വരുന്നുണ്ട്. അതായത് ഫുള്ള് സ്റ്റിച്ച്ഡ് ആണെങ്കിൽ നമുക്ക് നടക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ഈ ചെറിയൊരു സ്ലിറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഉള്ളിൽ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ നേരിലടിക്കത്തുമില്ല കേട്ടോ. നമുക്ക് സമ്മർ ടൈമിലൊക്കെ എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് നല്ല ഭംഗിയില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഞാനിത് ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ആ ഒരു കാറ്റലോഗിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് കയ്യിൽ കിട്ടുമ്പോൾ റയോണങ്ങാനായിരിക്കും മെറ്റീരിയൽ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റത്തെ നമ്മുടെ ഈ ഒരു ഡ്രസ്സില്ലേ, ഇതിൻ്റെ ഈ താഴത്തെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയലാണ്. സെയിം മെറ്റീരിയലാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ മേലെ മുതൽ താഴെ വരെ. ഇതിന് കുറേ കളർ ചേഞ്ചസ് ആൻഡ് പാറ്റേൺസ് വേറെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ ആണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാന്നുണ്ടെങ്കിൽ ഇതും ഹൈ റൗണ്ട് നെക്കാണ് വരുന്നത്. സ്ലീവ് വരുന്ന ഫുൾ സ്ലീവ് ആണ്. അറ്റത്ത് ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഫസ്റ്റത്തതിൻ്റെ ഇലാസ്റ്റിക് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ അറ്റത്തല്ല, ഒരു ഇത്തിരി കൂടി മേലെ നിന്നാണ് ഈ ഒരു ഇലാസ്റ്റിക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ സ്ലീവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ മേലെ നിന്ന് ഇങ്ങനെ ലൂസായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെതും നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടത് യോക്ക് പോർഷൻ എന്ന് പറയാൻ കുറച്ചും കൂടെ താഴെ വരെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ മേലെ ഇങ്ങനെ എന്താ പറയുക ടയേർഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഷേപ്പിലായിരിക്കില്ല ഇരിക്കുന്നത്. ഭയങ്കര മേലെ ഇങ്ങനെ ഒരു പറഞ്ഞിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ചബ്ബി ആയിട്ടുള്ളവർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഡ്രസ്സാണ് ഇത്. ഇതിന് കൂടെ നമുക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ ജെഗിൻസ് ഓർ ലെഗിൻസ് ഓർ ജീൻസ് ആയിരിക്കും സ്യൂട്ട് ആവുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടംപോലെ സ്റ്റൈൽ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇതിന് കൂടെ ഒരു ലൈറ്റ് ഗ്രേ കളർ ജെഗിൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് എവിടെ നിന്ന് വാങ്ങിയെന്നുള്ളത്. ഓൺലൈൻ അല്ല കേട്ടോ, ഒരു ഓഫ്ലൈൻ ഞാൻ കാലിക്കറ്റ് ചെയ്തൊരു ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത് എൻ്റെ മുട്ടിന് കുറച്ചും കൂടെ മേലെ വരെയാണ് വരുന്നത്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ ഇട്ട് നടക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയാനില്ല. ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് വേവ് ചെയ്തേക്കുന്നത്, ഇതിങ്ങനെ നെയ്തെടുത്തേക്കണത് ഇതിൻ്റെ നൂലുകൾ തമ്മിൽ ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നിഴലടിക്കുമെന്ന്, പക്ഷേ ഇതിങ്ങനെ ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് നിഴലടിക്കില്ല കേട്ടോ. അതായത് ഞാൻ പെട്ടെന്ന് ഇത് എടുത്തപ്പോൾ ഈ ഡ്രസ്സ് എടുത്തപ്പോൾ വിചാരിച്ചു നിഴലടിക്കുന്ന മെറ്റീരിയലാണോ, തൊടുമ്പോൾ നല്ല സുഖമുണ്ട് പക്ഷെ നിഴലടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നിഴലടിക്കില്ല. ആ ഒരു ടൈപ്പ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയല്ലേ ഇത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് വേണ്ടത്, നമുക്ക് ഇത് ഹോളായിട്ട് എങ്ങനത്തൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലെ സജഷൻസ് എന്തായാലും അറിയിക്കുക. അപ്പോൾ
ഇത്രയേ ഉള്ളൂ. അതേപോലെ നമ്മുടെ ചാനൽ പുതിയ കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണാം. ആ ഒരു ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിൽ ടേക്ക് കെയർ. ബൈ.